ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL നിന്നും ഓൾറെഡി പുറത്തായ SRH RCBക്ക് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ്. അതെ, പ്ലേ ഓഫിലേക്ക് ഓൾറെഡി കയറിയിട്ടുള്ള RCBക്ക് ഇതെങ്ങനെ പണിയാവുമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും. അവരോടാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു തോൽവി RCBക്ക് ഒരു വലിയ പണി തന്നെയാണ്. കാരണം ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമായിരുന്നു ഈ ഒരു മത്സരം RCBക്ക്. പക്ഷേ 42 റൺസിന് SRH RCBയെ തകർത്തിരിക്കുന്നു. അതെ, ഇതോടുകൂടി ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്തുകൊണ്ട് RCBക്ക് ക്വാളിഫയർ റൗണ്ട് കളിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ GTയും അതേപോലെ വരാനിരിക്കുന്ന 2 കളികളിൽ PBKs കൂടി വിജയിക്കുകയാണെങ്കിൽ RCB തീർച്ചയായിട്ടും എലിമിനേറ്റർ റൗണ്ട് തന്നെ കളിക്കേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും RCBയും തമ്മിലുള്ള എലിമിനേറ്റർ ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും കാര്യങ്ങളൊന്നും കൺഫേംഡ് ആവാത്തത് കൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. RCBയും SRHും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇഷാൻ കിഷന്റെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ ബലത്തിൽ 48 പന്തുകളിൽ 94 റൺസ് എടുത്തുകൊണ്ട് പുറത്താവാതെ ഇഷാൻ കിഷൻ നടത്തിയിട്ടുള്ള ഗംഭീര പ്രകടനത്തിന്റെ ബലത്തിലാണ് SRH 232 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം RCBക്ക് മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 19.5 ഓവറിൽ 189 റൺസ് എടുത്തുകൊണ്ട് RCB ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ RCBക്ക് ഗംഭീര തുടക്കമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നതും, അതായത് SRHന് ലഭിച്ചതിനേക്കാൾ മികച്ച തുടക്കം. ഒരു ഘട്ടത്തിൽ RCB അനായാസമായി വിജയിക്കുമെന്നും തോന്നിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മത്സരത്തിന്റെ 15.3 ഓവറുകൾ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ RCB 173 എന്ന ശക്തമായ നിലയിലായിരുന്നു. ഫിൽസാൾട്ടും കിങ് കോഹ്ലിയും നൽകിയ തകർപ്പൻ തുടക്കം RCBയുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് മുതലാക്കാൻ സാധിച്ചതേയില്ല. SRHന് വേണ്ടി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ 2 വിക്കറ്റുകൾ നേടിയ ഇഷാൻ മലിംഗയുമാണ് RCBയെ തെരിപ്പണമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഫിൽസാൾട്ട് 32 പന്തുകളിൽ 62 റൺസിലെ ഗംഭീര ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വിരാട് കോഹ്ലി 25 പന്തുകളിൽ 43 റൺസും എടുത്തു. പക്ഷേ പിന്നീട് വന്നവരൊക്കെ തീർത്തും നിരാശപ്പെടുത്തിയപ്പോൾ RCBക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മത്സരത്തിൽ വലിയ തോതിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ PBKസിന്റെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ഒക്കെ റിസൾട്ട് വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരും RCBക്ക് ഇനി ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അടുത്ത മത്സരം അവർക്ക് വിജയിച്ചേ പറ്റൂ എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.